ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ പ്രതിപക്ഷ തുക 11.31 ലക്ഷമാക്കാനാണ് ഇപ്പോൾ ശുപാർശ വന്നിരിക്കുന്നത്. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് ആവശ്യമുയർന്നത്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ പറയൂ. SKN സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുകയും ചെയ്യും. മാത്രവുമല്ല, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള കാരണമായി സർക്കാർ പറയുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച തീരുമാനം സർക്കാർ എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ദില്ലിയിലെ കേരള പ്രതിനിധി കെ വി തോമസിന്റെയും യാത്രാബത്ത ഉയർത്താൻ ഇപ്പോൾ ശുപാർശ വന്നിരിക്കുന്നത്. പ്രതിവർഷം 11.31 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് ശുപാർശ നൽകിയിട്ടുള്ളത്. പൊതുഭരണ വകുപ്പിന് ധനവകുപ്പ് ഈ ശുപാർശ കൈമാറിയിട്ടുണ്ട്. പ്രതിവർഷം അനുവദിച്ച തുക 5 ലക്ഷമായിരുന്നു. എന്നാൽ ചെലവാകുന്ന തുക 6.31 ലക്ഷം രൂപയാണ്. അതുകൊണ്ടാണ് ഇത് കൂട്ടണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശുപാർശയായി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് കെ വി തോമസിന്റെ TA കൂട്ടണമെന്ന ആവശ്യം ഉയർന്നത്. യോഗ തീരുമാനങ്ങൾ ധനവകുപ്പിനെ അറിയിക്കും. അതിന്മേൽ ധനവകുപ്പ് ഫണ്ട് അനുവദിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാ വർക്കർമാരടക്കം സമരം ചെയ്യുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. മാത്രമല്ല, പലതരത്തിലുള്ള ഈ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളുടെ കുടിശ്ശിക സംസ്ഥാനത്തുണ്ട്. അതടക്കം നിലനിൽക്കുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്ക് ശമ്പളം കൂട്ടി നൽകുന്നത് അത് ചെറിയ രീതിയിലെങ്കിലും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. താങ്ക് യു ഷബീദ് റാവുത്തർ.